വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ആളിക്കത്തി പ്രതിഷേധം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ചികിത്സാ പിഴവിൽ ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. 24 ആണ് ചികിത്സാ പിഴവ് പുറത്തു കൊണ്ടുവന്നത്. വയനാട് മെഡിക്കൽ കോളേജ് പരിസരം കണ്ടു സമരവേലിയേറ്റം. 21-കാരി പ്രസവശേഷം അനുഭവിച്ച വേദനയ്ക്ക് ഉത്തരവാദി മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയെന്നായിരുന്നു ആരോപണം. കോൺഗ്രസ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയം ഉപരോധിച്ചു. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ബിജെപി ഡിഎംഒ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ആ സ്ത്രീയെ കുറ്റക്കാരിയാക്കുന്ന പരാമർശമാണ് ബഹുമാനപ്പെട്ട സൂപ്രണ്ടിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികം അവർ ചോദിക്കുന്നത് 2 മാസമായ ഒരു വിഷയം എന്തുകൊണ്ടാണ് ഇത്രയേറെ വൈകിയത്? പ്രസ്തുത ഈ പറഞ്ഞ പഞ്ഞിയിലോ തുണിക്കെട്ടിലോ രക്തം ഇല്ല എന്ന് പോലുമുള്ള സാഹചര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പരാതിക്കാരിയെ കുറ്റക്കാരിയാക്കി സമർത്ഥമായി രക്ഷപ്പെടാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. ചികിത്സാ പിഴവ് മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്ന യുവതിയിൽ നിന്ന് ഡിഎംഒയുടെ സംഘം വിവരങ്ങൾ ആരാഞ്ഞു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും തുടർ നടപടികൾ. അവർക്ക് പ്രൂഫ് വേണമല്ലോ, കാരണം ഇത് ഇന്ന് സംഭവിച്ചോന്ന് പ്രൂഫ് വേണമല്ലോ. അതുകൊണ്ട് അവർ തുണിയായിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം നമ്മൾ ചുമ്മാ പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പ്രസവം. 23-ന് വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് വേദന അസഹനീയമായപ്പോൾ 2 തവണ മെഡിക്കൽ കോളേജിലേക്ക് വന്നുവെങ്കിലും ഡോക്ടർമാർ സ്കാനിങ്ങിന് തയ്യാറായില്ല. കഴിഞ്ഞ 29-നാണ് വയറിലുണ്ടായിരുന്ന തുണിക്കെട്ട് കണ്ടെത്തിയത്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.